ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇതിപ്പം രാവിലെ 9:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. പിന്നെ എൻ്റെ കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട് ഇന്ന് വരുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തുന്നാൽ പിന്നെ അവളോട് ഉണ്ടല്ലോ, ജസ്റ്റ് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒന്ന് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു 9:30 ആയപ്പോഴത്തേക്കിന് എഴുന്നേൽക്കാനുള്ള പരിപാടിയാണ്. ആക്ച്വലി ഇന്നലെ അവൾ എന്നോട് പറഞ്ഞിരുന്നു ഇന്ന് മഴ കാണിക്കുന്നുണ്ട് വെതറിൽ, അപ്പം എന്താ ചെയ്യുക, മഴയത്ത് എന്താ ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ലടി, മഴയല്ലേ, ഒരു 5 മിനിറ്റ് ഉണ്ടാകും, പിന്നെ അത് പോകും, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ആളവിടുന്ന് ട്രെയിൻ കയറിയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ വെതർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനുമാണ് നോക്കിയപ്പം ഏകദേശം ഇന്നൊരു 4 മണി വരെ മഴയാണ് കാണിക്കുന്നത്. ഒരു 4 മണി വരെ ഇന്ന് മഴയാണ് കാണിക്കുന്നത്. എനിക്കറിയത്തില്ല ഇപ്പം പുറത്ത് മഴയാണോ വെയിലാണോ എന്ന്, കാരണം ഞാൻ ജനലെല്ലാം അടച്ചിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല, ഇനി പുറത്ത് പോയി നോക്കണം. ഇതാണ് അറ്റ് ദ മൊമെൻറ്റ് പുറത്തെ അവസ്ഥ. എനിക്കൊന്ന് ഒരു മഴ കഴിഞ്ഞു, റോഡിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇന്ന് മഴയാണെന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ ഇനി ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് റെഡിയാണ്. എനിക്കൊരു കറക്റ്റ് ഒരു 1 hour ഉണ്ട്. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് റെഡി ആയിട്ട് വരാം. ഓക്കെ. പരിപാടിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞാൻ റെഡി ആകാൻ പോയില്ല, ഞാൻ ബ്രഷൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് രാവിലെ എന്തെങ്കിലും ചൂടായിട്ട് എന്തെങ്കിലും ചായയോ കാപ്പിയോ ഒന്നും കുടിക്കാതെ എനിക്കൊരു എനർജി ഉണ്ടാകത്തില്ല. അതെൻ്റെ ഒരു എനർജി ബൂസ്റ്ററാണ്. അപ്പോൾ ഞാൻ ഒരു കോഫി ഉണ്ടാക്കിയിട്ട് പോയി റെഡി ആവാം. അല്ലെങ്കിൽ ഞാൻ ഒരുങ്ങിയൊക്കെ വരുമ്പോൾ, ഒരുങ്ങിയല്ല, ഡ്രസ്സൊക്കെ എടുത്തും പിടിച്ചൊക്കെ വരുമ്പോൾ ഒത്തിരി സമയമാവും. അപ്പോൾ ഞാൻ ഒരു കോഫി ഉണ്ടാക്കിയിട്ട് നമുക്ക് റെഡി ആകാൻ പോകാം. ഓക്കെ. നമ്മളുടേത് ഷെയറിങ് കിച്ചണാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ കിച്ചണൊന്നും എപ്പോഴും ക്ലീൻ ആയെന്ന് വരത്തില്ല. എൻ്റെ അനിയത്തി എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് അടുക്കള ഒന്ന് വൃത്തിയാക്കിയിട്ട് വീഡിയോ എടുത്തൂടെ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒന്ന് ഓർക്കുക, എത്ര പ്രാവശ്യം ഞാൻ വൃത്തിയാക്കും. എനിക്ക് വീഡിയോ എടുക്കേണ്ട സമയത്തൊക്കെ ഞാൻ വന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നത്. പക്ഷേ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നേരം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ചില വീഡിയോയിൽ ചില സമയത്ത് ഞങ്ങളുടെ സ്റ്റൗവും അടുക്കളയൊക്കെ മോശമായിട്ട് കിടക്കുന്നത്. പിന്നെ ഇതൊരു ബാച്ചിലേഴ്സ് ഹൗസ് അല്ലേ, അപ്പം അതിൻ്റെതായ ഇതൊക്കെ കാണും. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ. നമ്മളുടെ സ്വഭാവമായിരിക്കും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അത്ര തന്നെ. കിച്ചൺ ഷെയറിങ് ആയിട്ട് തന്നെ കബോർഡ്സും ഷെയറിങ് ആട്ടോ. ഇപ്പം എത്ര പേരുണ്ട് ആ വീട്ടിൽ, അതുപോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന സ്പേസ്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നു എത്ര 6 പേരോ 7 പേരോ അങ്ങോട്ടുണ്ട്. അപ്പം പിന്നെ എല്ലാവരും ഇൻഡിവിജ്വലായിട്ടൊന്നും അല്ല കുക്ക് ചെയ്യുന്നത്. ചിലർ ഒരുമിച്ച് കുക്ക് ചെയ്യും, ചിലർ ഇൻഡിവിജ്വലായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ അതുപോലെയാണ് കബോർഡ്സൊക്കെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ കബഡ്. ഇതിനകത്താണ് എൻ്റെ പൊടികളും സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളുടെ പാത്രം, ചരുവം, കുക്കറൊക്കെ വെക്കാനായിട്ട് താഴെ കാണത്തില്ലല്ലേ, താഴെ ഒരു കബഡുണ്ട്. അത്രേ ഉള്ളൂ. അതിനകത്തുള്ള സാധനങ്ങൾ എനിക്കുള്ളൂ. പിന്നെ ബാക്കിയുള്ള നമ്മൾ റൂമിലോ അവിടെ ഇവിടെയൊക്കെ വെക്കും. അത്രയുണ്ട്. ഇന്ന് ഞങ്ങൾ പുറത്ത് പോയില്ലെന്നും എനിക്കറിയാൻ പാടില്ല, കാരണം പിന്നെയും പുറത്ത് മഴയാണ്, തണുപ്പുണ്ട്. ഈ വരുന്ന ഒരു തണുപ്പ് ജീവിയും കൂടെയാണ്. എനിക്കറിയാൻ പാടില്ല ഇന്നത്തെ അവസ്ഥ. അവളെന്നെ വന്നിട്ട് കൊന്നില്ലെങ്കിൽ കൊള്ളാം. എന്തായാലും ഓക്കെ. ഏറ്റവും വലിയ ഗതികേട് എന്താണെന്നറിയാമോ? നമ്മളിപ്പോൾ രാവിലെ എവിടെയെങ്കിലും പോകണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ലൈക്ക് എഴുന്നേറ്റുണ്ടെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇപ്പം എനിക്കിപ്പോൾ രാവിലെ ഷിഫ്റ്റൊക്കെ ഉള്ള ദിവസം എനിക്കൊരു 7:25 ആകുമ്പോൾ എനിക്ക് പോകണം. അപ്പം അങ്ങനെ പോകണമെങ്കിൽ ഞാനൊരു 7 മണി 6:45 ഞാൻ കഴിക്കണം. പക്ഷേ കൊന്നാലും എനിക്കത് പറ്റത്തില്ല കഴിക്കാൻ. നമുക്ക് വിശക്കുന്ന ഒരു 8:30, 9, 10 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് വിശക്കുന്നത്. പക്ഷേ തിന്നാൻ പറ്റില്ല. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് എൻ്റെ അമ്മ എന്നോട് പറയായിരുന്നു, ഞാൻ ഹോസ്റ്റലിലോട്ടൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എറണാകുളത്ത് വർക്ക് ചെയ്ത സമയത്ത് ചിലപ്പം ശനി ഞായറൊക്കെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമല്ലോ. അപ്പോൾ ചില ദിവസം തിങ്കളാഴ്ച രാവിലെ ആയിരിക്കും പോകുന്നത്, ഞായറാഴ്ച എന്തെങ്കിലും പരിപാടി കാണും. അപ്പം അമ്മ പറയും, മോനെ നീ ഒരു ദോശ തിന്നിട്ട് പോകും, അല്ലെങ്കിൽ ഒരു ഇഡലി, ഒരു ചപ്പാത്തി, നീ 2 തിന്നണ്ടോ, ഒരെണ്ണം തിന്നാൽ മതി, അങ്ങനെ നീ ശീലിക്കണമെന്ന് പണ്ട് പറയും. അപ്പം ഞാൻ ഇല്ല എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അമ്മയുടെ വഴക്കുണ്ടാക്കും. എന്നിട്ട് അമ്മ എനിക്കത് പാക്ക് ചെയ്ത് തരും. എന്നിട്ട് ഞാൻ അങ്ങ് പോയിട്ട് നേരം കിട്ടുമ്പോഴത്തേക്കും ട്രെയിനിൽ വെച്ചിട്ടോ അങ്ങനെയല്ലോ ഒക്കെ കഴിക്കാറുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നു, പണ്ടത് പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു അല്ലേ. സത്യം, നമ്മൾ കഴിക്കാതെ പോയി കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ എനിക്കൊക്കെ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ഞാൻ തീർന്ന്. പിന്നെ എനിക്ക് അന്നത്തെ ദിവസം ജീവനേ ഇല്ല. ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു, ഇപ്പം എനിക്ക് വിശക്കുന്നില്ല, പക്ഷേ പോകുന്നതിന് ഇപ്പോൾ കഴിക്കാൻ വേണം, റെഡി ആവാൻ വേണം, അവൾ വരാനുള്ള സമയമായി. അപ്പം ഞാൻ ഓർക്കാം, എനിക്ക് ഫുഡ് ഇരിപ്പുണ്ട്, പക്ഷേ കഴിക്കാനൊരിതില്ല. അപ്പം ഞാൻ അടുത്തൊന്ന് ഒരുങ്ങാം, പോയി റെഡിയാക്കിയാൽ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി തിരിയുമ്പം വിശക്കുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു.
പണിയല്ലേ ഇതിൽ സത്യം. ഇതിപ്പം എല്ലാം ചെയ്യാൻ വേണോ എന്താ പറയാ. ഇതിപ്പോൾ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളാണ്. അപ്പോൾ ഇത് ഉണങ്ങാത്തതുകൊണ്ട് എനിക്ക് എടുത്ത് അകത്ത് വെക്കാൻ പറ്റിയില്ല. ഞാൻ ഓർത്ത് ഇനിയിപ്പം ഞാനിത് ഇട്ട് കഴിഞ്ഞാൽ ഇനി ആൾക്കാർ വന്ന് പാത്രം കഴുകും, പിന്നെ ഇതെല്ലാം നനയും. ഒരു പണിയാണ്. ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു വീട്ടിലിറങ്ങപ്പോൾ ഇത് വല്ലതും അറിയണം, ഒന്നും അറിയണ്ട. സമയത്തിന് പോവാ, വല്ലതും കഴിക്കുക, ഉറങ്ങുക. കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്നോട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ ജോലിക്കൊക്കെ ഒറ്റയ്ക്കൊക്കെ പോയി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറച്ച് ആൾക്കാർ. ഒക്കെ റെഡിയായി. ഇതാ ഞാൻ പറഞ്ഞത്, ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി. കാപ്പി ഉണ്ടാക്കിയ പാത്രം കഴിയണ്ടേ? എന്തായാലും ഇത് വേഗം കഴുകിയിട്ട് പോവാം. ഞാൻ അങ്ങനെ റെഡിയായി. വലിയ ഒരുക്കൊന്നുമില്ല. ഒരു ഉടുപ്പ് എടുത്തിട്ടു. മഴയില്ല, അതുകൊണ്ട് ഫുൾ കൈ ഉള്ളൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഒരു മുടി കിട്ടി. എനിക്ക് ആകെ കെട്ടാൻ അറിയാവുന്നൊരു ഹെയർ സ്റ്റൈലാണിത്. അപ്പോൾ അതും കിട്ടി. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഇപ്പോൾ അവളുടെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചാൽ വളരെ 10:30 വരുമായിരിക്കുമെന്ന്. ഭാഗ്യം കൊണ്ട് വേറെ ഏതോ ട്രെയിനിൽ കയറി വേറെ ഏതോ നാട്ടിൽ പോയി. തെറ്റിപ്പോയതാണെന്നാണ് പറഞ്ഞത്. അപ്പം വണ്ടി മാറിപ്പോയി, ട്രെയിൻ മാറിപ്പോയി. അപ്പം തിരിച്ച് പിന്നെയും കറക്റ്റ് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ എന്നാലും ഇച്ചിരി കൂടെ ലേറ്റ് ആവും. അപ്പം ഞാൻ ഓർത്ത് ആ സമയത്ത് പോയിട്ട് കഴിക്കാം, കഴിച്ചിട്ട് വരാം. ഇത് ഫ്രോസൺ ചപ്പാത്തിയാണ്. ഇത് ഞാൻ ഇതിന് മുമ്പ് ഏതോ ഒരു ഷോർട്സിൽ ഞാനിത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇത് ഇന്നലത്തെ ചിക്കൻ കറി. അപ്പോൾ പിന്നെ രാവിലത്തേക്കുള്ളതായല്ലോ. ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് പോകണോ, വൈകിട്ടത്തേക്ക് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ അവൾ എത്തി ഗൈസ്. ഞാനെന്നാൽ പോയി വിളിച്ചോണ്ട് വരാം. 2 പ്രാവശ്യം കണ്ട് വഴിതെറ്റി പോയെന്ന് തോന്നുന്നു. എന്നാലും സാരമില്ല, ആദ്യമായിട്ട് വരുമ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ ഇപ്പം മഴ ഒന്ന് കുറഞ്ഞ്, പക്ഷെ എന്നാലും ഒരു പൊടി മഴയുണ്ട്, പിന്നെ ഒരു ചെറിയ വെയിലുണ്ട്. അയ്യോ, ഇതാണ് അടുത്ത മൊമെൻ്റ് ഇവിടുത്തെ അവസ്ഥ. വലിയ മഴയില്ല. ഈ വെതറാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഒരു ജാക്കറ്റിൽ കാര്യം കഴിയും. ഇനി വഴി തെറ്റാതിരിക്കാൻ ഞാൻ പറഞ്ഞു റെയിൽവേ സ്റ്റേഷൻ അവിടെ നിൽക്കും, ഞാൻ അങ്ങോട്ട് വരണം. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ എപ്പോഴൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്യും അതൊക്കെ ഓപ്പോസിറ്റ് നടക്കുള്ളൂ. 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്താൽ ഇപ്പം ഏകദേശം 11 കഴിഞ്ഞാൽ തോന്നും. എന്നാലും സാരമില്ല, എന്തായാലും ഞാൻ ഇനി പോയി പിടിച്ചോണ്ട് വരട്ടെ. ആ അയ്യോ, വെള്ളം എന്താ നിൻ്റെ പെട്ടിക്കകത്തെന്ന് എനിക്കറിയണം. കാണാൻ പാടില്ലാത്ത വല്ലതും ഉണ്ടോ? ഇതിലൊന്നും ഇല്ലല്ലോ. ഇത് മൊത്തം മേക്കപ്പ് സാധനങ്ങളാണല്ലോ. ഷിഫ്റ്റിന് പോകുമ്പോൾ കൊണ്ടുപോകും. ആരിടുന്ന ലിപ്സ്റ്റിക്കൊക്കെ കളർ ചേഞ്ചിങ് ലിപ്സ്റ്റിക്. എൻ്റെ ക്യാമറ ഇവിടെ ഓണാ, പക്ഷെ ലൈറ്റില്ല. എന്തായാലും പറ ബെങ്കു, എന്ത് പറയാ? എന്തെങ്കിലും അവധി നോക്കി പറ. ആണോ? ഞാൻ എന്താ പറയണേ? ഞാൻ പശുവിനെ കളവാണ്. എന്റെ പേര് വ്യക്തമായി പറയും സഹോദരി. പശു അല്ല, ശ്രുതി. ശ്രുതി വായി വരത്തില്ല. ഞാൻ എന്താ ചെയ്യാനാ? ലൈവ് ഒന്നും അല്ലല്ലോ. ഇല്ല, ഇത് റെക്കോർഡിംഗ് ആണ്. എന്തുവാ? അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം. 100 കാണാൻ പോണേ. ഓൾഡ് റോയൽ നേവൽ കോളേജ്. അതെ, എവിടാണ്? ലണ്ടനിലാണ്. നമ്മളെ വീട്ടിൽ നിന്ന് നേരെ ട്രെയിൻ പിടിച്ച് സ്റ്റാൻഫോർഡ് വന്നു. ഇവിടെ വന്നപ്പം ഒരു 2 മിനിറ്റ് വ്യത്യാസത്തിൽ ഒരു ട്രെയിൻ മിസ്സായിപ്പോയി. അതായത് നമ്മൾ അടുത്ത ട്രെയിനിൽ കയറിയിട്ട് എവിടെ വന്നാൽ നോർത്ത് ഗ്രീൻ ബീച്ചോ, നോർത്ത് ഗ്രീൻ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പ്രാവശ്യം വഴി തെറ്റി? എത്ര പ്രാവശ്യം വരുന്ന വഴി തെറ്റി? ഒരു പ്രാവശ്യം. 2 പ്രാവശ്യം തെറ്റിയില്ലേ? ഇല്ല, 1 പ്രാവശ്യം. ഇൽഫോർഡ് വന്നിട്ട് വഴി മാറിപ്പോയില്ലേ? ഇൽഫോർഡ് വന്നിട്ട് എന്താ വഴി മാറി തിരിഞ്ഞാണോ? അത് ഇച്ചിരി ട്രെയിൻ മാറി കയറി അങ്ങ് പോയില്ലല്ലോ. ട്രെയിൻ പിടിച്ചിട്ട് നോർത്ത് ഗ്രീൻ ബീച്ചിലായപ്പോൾ ഉള്ളത്. ഇനി ഇവിടെ നിന്ന് എങ്ങനെ പോകുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതാണ് എൻ്റെ സിറ്റി മാപ്പർ.
അപ്പോൾ അവൾ തീരുമാനിക്കും, നമ്മൾ പോവും. നമ്മളെങ്ങനെയാണ് പോന്നെ? വെയിറ്റ് ചെയ്യാം, ഞാൻ വെയിറ്റ് ചെയ്യാം, നീ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ ഫസ്റ്റ് റോയൽ നേവൽ കോളേജിൽ ആ മ്യൂസിയത്തിൽ പോവാം, പെയിൻറ്റിങ് ഹാളിൽ കാണാൻ പോവാം. എന്നിട്ട് തിരിച്ചു വന്നിട്ട് കേബിൾ കാറിൽ കയറിയിട്ട് അപ്പുറത്തെ സൈഡിൽ പോയി ഇറങ്ങാം. ഇവിടെ നല്ല എടുക്കുന്നത് അത് ഞാൻ നമ്മളിവിടെ നിന്ന് കേബിൾ കാറിന് പോകണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു അല്ലേ? അതെ, തിരിച്ചു വരുമ്പം കയറാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ 4:30 ആകുമ്പോഴത്തേക്കിനും അത് കഴിയും. അപ്പം നമ്മളിപ്പോൾ അതിൽ പോകുന്നുണ്ടോ? ഇപ്പോൾ അവധി പോകാനാണോ? എന്തായാലും നമ്മൾ മെനക്കെട്ടിറങ്ങി. 7 മിനിറ്റ് ഉണ്ട്. 3 minutes ആണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ലിഫ്റ്റിൻ്റെ അവിടെ. 7 minutes. 7 minutes നടക്കണോ? നടക്കാനോ? ആ, നടക്കാം. നടപ്പൊരു പ്രശ്നമല്ല. ഞാൻ ഇതുവരെ കേബിൾ കാറിൽ കയറിയിട്ടില്ല. നീ കയറിയിട്ടുണ്ടോ കേബിൾ കാറിൽ? ഇല്ല, ഞാനും കയറിയിട്ടില്ല. പേടിയുണ്ടോ ഇടി നിനക്ക്? ഇതിനൊരു പേടിയില്ല. ഇത് എന്ത് മനുഷ്യനായത്? എനിക്ക് പേടിയുണ്ട്. എനിക്ക് പേടിയുണ്ടോ? ഹൈറ്റ് പേടിയോ? പിന്നെ കേബിൾ കാർ പിന്നെ മണ്ടക്കൂടല്ലേ പോകുന്നത്? പക്ഷെ നമ്മൾ അതിനകത്തല്ലേ ഇരിക്കുന്നത്, ഇതുവഴിയല്ല പോകുന്നത്. ആ, അറിയില്ല. ടേക്ക് യുവർ ഓൺ ടൈം. ഞാൻ വെയിറ്റ് ചെയ്യാം. എനിക്ക് ഇവിടുത്തെ വഴിയും തൊപ്പിയൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇവളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. കൂടെ ഒരാളുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. നമ്മളെ വീട്ടിൽ നിന്ന് അമ്മമാരുടെ കൂടെ എവിടെയെങ്കിലും പോകുന്ന പോലെയാണ്. ഞാനിങ്ങനെ കെട്ടിയിറങ്ങി ഇറങ്ങിയിട്ടേ ഉള്ളൂ. ബാക്കി മൊത്തം അവൾ ചെയ്തോളും. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വഴി കണ്ടുപിടിക്കും, മാപ്പിട്ടു എല്ലാം നോക്കും. ആ, പോവാ. ഞാൻ ഇവിടെ പോകത്തില്ല. ഇല്ല, ആ മാപ്പ് പറയുന്ന പോലെ നമുക്ക് പോവാം. നമ്മൾ എന്തായാലും തിരിച്ച് 4:30 എത്തത്തില്ല. ഇല്ല, നമ്മൾ ഓടിപ്പിടച്ച് കയറേണ്ടി വരും. ഒത്തിരി സമയം പോകും. ഇന്ന് ഇച്ചിരി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു 2 മണിക്ക് മ്യൂസിയത്തിൽ. എത്ര മണി തൊട്ട്? 2 മണി. കണ്ടോ? എവിടെ? കണ്ടില്ല. നിങ്ങളല്ലല്ലോ കാണത്തില്ല. പൊക്കല്ല, അത്ര പതിയെ കൊണ്ടുപോടി. കണ്ടോ? എന്റെ ഭഗവാനെ, എനിക്ക് സത്യമായിട്ട് പേടിയാ. ഞാൻ അമ്മേന്ന് വിളിച്ചു പറഞ്ഞോട്ടെ. എന്തിന്? നല്ല പൊക്കത്തിലാ പോന്നേ. ആവേശത്തിന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. എയറോപ്ലെയിനിൽ കയറാൻ പേടിയില്ലായിരുന്നു. അത്രേ ഉള്ളൂ. കേബിൾ കാർ കുഴപ്പമില്ലായിരിക്കും അല്ലേ? എയറോപ്ലെയിനിൽ കയറി ഇവിടെ വരെ വന്നില്ലേ? എയറോപ്ലെയിൻ പോലെ ആണോടി? എയറോപ്ലെയിനിലൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇതാണെങ്കിൽ ഒത്തിരി കൊണ്ടും പറ്റത്തില്ലെങ്കിൽ പറ്റിയാലും. എന്റെ ഭഗവാനെ, എത്ര സമയമുണ്ട് അതിനകത്ത്? അറിയില്ല. എന്നാ എത്ര നേരം ടെൻഷൻ അടിക്കണം എന്ന് അറിയാനായിട്ടാ. ഞങ്ങൾ കേബിൾ കാറിൽ പോകാൻ പോട്ടോ. ആദ്യമായിട്ട് ഒരു ആവേശത്തിന് പോവാന്ന് പറഞ്ഞുപോയി. പറഞ്ഞപ്പോഴത്തേക്കും ഈ പിശാശി വിടുന്നില്ല. ഇറങ്ങാൻ വഴിയില്ല. ഇതാണ്ടേ ഉഷാനോ? എന്താ ആൾറെഡി എക്സിറ്റ് ഉണ്ട്. മാപ്പ് കറക്റ്റാന്ന് പറയുന്നേ. ഞാൻ നിന്നെ വിശ്വസിച്ച വരുന്നത്. എന്താ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് വേറെ കേൾക്കട്ടെ. നിങ്ങളുടെ സ്ഥലം പോലെയാണോ ഞങ്ങളുടെ സ്ഥലം? ഓണൊന്നും പിടിക്കും കൈ അടിക്കുന്നു. അതല്ലേ ചോദിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനിവിടെ ഒരു 1 day ട്രിപ്പോ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഇടയ്ക്കൊക്കെ. പക്ഷെ പല സ്ഥലത്തുകളാണ് വന്നിട്ടുള്ളത്. ലണ്ടനിൽ വന്നിട്ട് എത്ര സ്ഥലങ്ങളിൽ പോയി? പിന്നെ ലണ്ടനായി. എന്നോട് ചോദിക്കരുത് കേട്ടോ എവിടെയൊക്കെ പോയെന്ന്. ഞാൻ പറയില്ല. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി. സൗത്ത് ഹോൾ പോയി. അപ്പം നീ ഒരു ട്രിപ്പ് ഓടിയാണ്. ഞാനോ? ആവേശം കൂട്ടിയിട്ട് ഞങ്ങൾ കേബിൾ കാറിൽ കയറാൻ വന്നേ. എൻ്റെ ദൈവമേ, കണ്ടിട്ട് പേടിയാവുന്നു. ഇതാണ് ആ സാധനം. ഇത് ഞാൻ വിചാരിച്ച് സ്ട്രെയിറ്റാണ് പോകുന്നത്, പക്ഷേ ഇത് കുത്തനെയാണ് പോകുന്നത്. അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്, കുഴപ്പമില്ലായിരിക്കും അല്ലേ? ഇത്ര പേര് കയറുന്നുണ്ട്. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യണ്ടേ? വേണ്ടേ? അപ്പം ഞാനെല്ലാം ദൈവത്തെ വിളിച്ചിട്ട് അകത്തിൽ കയറാൻ പോവാ. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല ഇതിനകത്ത്. അതിനാണ് എനിക്കിത്ര ആക്രാന്തം. ഇവളെവിടെ പോയി? ഇതേ പോയി. ഇവള് ടിക്കറ്റ് എടുക്കാൻ പോയതായിരുന്നോ? അവള് ടിക്കറ്റ് എടുത്തിട്ട് വരട്ടെ ഗൈസ്. എൻ്റെ സൗണ്ടൊക്കെ പോയി തുടങ്ങി. ഇന്നൊരു മഴയുടെയാണെന്ന് തോന്നുന്നു കേട്ടോ. മഴ വലിയ മഴ അല്ല, എന്നാലും ചെറിയ മഴ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തണുപ്പുണ്ട്. ജാക്കറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കൈയൊക്കെ തണുത്തു. പേടിച്ചിട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. കിട്ടിയോ? പോവാ.
എടി എത്ര സമയമുണ്ടെന്ന് അറിയത്തില്ല. അത്രേ ഉള്ളോ? ചവിട്ടുപടികൾ കയറിക്കൊണ്ടിരിക്കണം. നല്ല രസമുണ്ടല്ലേ. ഇങ്ങനെ ഹോളി അല്ലാണോ ദീപാവലി ആയിട്ടാണ് നമുക്ക് ലൈറ്റൊക്കെ നോക്കടി. കാണാൻ പറ്റുന്നറിയില്ല, അവിടെ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ഫോണിൽ കാണത്തില്ല. നമ്മൾ അവസാനം തന്നെ മണ്ടയ്ക്ക് വന്നു. നമുക്കിതിനകത്ത് ഇനി കയറാം. ഞാൻ ഇവളുടെ പുറകെ പോവാണ്. എൻ്റെ ദൈവമേ. നമ്മളിതിനകത്ത് കയറി. ഇതിങ്ങനെ പ്ലാറ്റ്ഫോമിലോട്ട് ഇങ്ങനെ സ്ലോ ആയിട്ട് വരും. അപ്പം നമ്മൾ കയറണം, അല്ലാതെ നിർത്തിത്തരാൻ അങ്ങനെ ഒന്നുമില്ല. അത്യാവശ്യം 10 പേർക്ക് ഇരിക്കാം. അത്യാവശ്യം വലിയ സീറ്റൊക്കെയാണ്. പക്ഷെ നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. എനിക്ക് തോന്നുന്നു ഇനി ടീമായിട്ട് വരുമ്പോഴാണോ അപ്പം നമ്മൾ മാത്രം ഉള്ളോണ്ടാ. അടഞ്ഞടി. ഹൈ ഹൈ. ഡോർ അടഞ്ഞു. ഇതിന് കമ്പ്യൂട്ടറൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കും, ഇവിടെ തന്നെ കാണാം. വണ്ടി വിട്ടു. മറ്റേ അമ്മച്ചിയെ സലീം കുമാർ മറ്റേ ഫ്ലൈറ്റ് എടുക്കൂലേ, മറ്റേ CID എന്താ കുലിങ്ങുന്നേ. നമ്മളെ പൊങ്ങി എയറോപ്ലെയിൻ പോലെ ഉണ്ട്. ഒന്നും ഫീൽ ചെയ്യുന്നില്ല അല്ലേ? ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അടി ഇവിടെ ഏതോ ഒരു തലയില്ലാത്ത മനുഷ്യന്റെ പ്രതിമ അടിയത്. തലയില്ല. ഇതാണ് ഇതിന്റെ പുറമേ ഉള്ള വ്യൂ. തലയില്ല അയക്ക്. തല പോയി. തല കൈ വെട്ടിയിട്ടേക്കണോ? തിരിച്ചു പോന്ന വണ്ടി കൊള്ളാല്ലേ പെങ്കു. ഞാനിവിടെ ആ സൈഡിൽ വന്നത്. എടി ഞാൻ പൊങ്ങിയ കുഴപ്പമില്ലായിരിക്കും, എനിക്ക് വെയിറ്റ് ഇല്ലല്ലോ. എന്റെ ദൈവമേ, വെള്ളത്തിന്റെ എന്നാലും നീ അഡ്ജസ്റ്റ് ചെയ്യും, ഉള്ളത് വെച്ച് ഓണം പോലെ. ഹായ്. പൊന്തി പൊന്തി പൊങ്ങി 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 പൊങ്ങി. ഈ ഒരു ഹൈറ്റിൽ ഈ സാധനം പൊങ്ങും. ഇനിയും പൊങ്ങും. അവിടെ വരെ പൊങ്ങും. എന്നിട്ട് അവിടെ നിന്ന് ചേഞ്ച് ആയി താഴോട്ട് പോകും. നാട്ടിൽ മറ്റേ ബോട്ട് കയറിയിട്ട് ഇരിക്കണമെന്നാണോ? പെനാൽറ്റി ഉണ്ടോ എന്തിന്? എനിക്ക് ടിക്കറ്റ് ഉണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? നീ ഇനി ഓടി കളിക്കും. ഞാനോ ഞാൻ ഇങ്ങനെ നോക്കുവാ സ്ക്രീന് എവിടെ ക്ലിയർ ആയിട്ടുള്ള ശരിക്കും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് പുറത്ത്. പക്ഷെ മഴയാണ്ട് ഈ ഗ്ലാസ്സിലെല്ലാം വെള്ളമാ. നമ്മൾ പൊങ്ങി ഇറങ്ങിയോടി? ഇല്ല, നമ്മൾ മേളിലാ, സെന്ററിലാ. നീ താഴോട്ട് നോക്ക്. നമ്മൾ ഈ ഒരു പൊക്കത്തിലായി ഇപ്പൊ. എൻ്റെ പൊന്നേ, ഇത് ശരിക്കും നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ഈ ഫോണിൽ എനിക്ക് അങ്ങനെ തിരിയുന്നില്ല. അതുമല്ല ഈ ഗ്ലാസ് വെള്ളമോ. കൊള്ളാം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തെ കുളിച്ചല്ലേ ഇരിക്കുന്നത്. ഇന്ന് ഭയങ്കര പതിയാണ് പോണത്. ഒത്തിരി ഇങ്ങനത്തെ സാധനം വരുന്നുണ്ട്, വേറെ കുറെ വരുന്നുണ്ട്. 20 കിലോമീറ്റർ ആണോ? 20 കിലോമീറ്റർ പെർ അവറിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും അറിയാനില്ല. സ്പീഡിലാണെങ്കിൽ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തന്നെ. പക്ഷെ കുഴപ്പമില്ല, സംഭവം കൊള്ളാം. നമ്മുടെ നാട്ടിൽ മറ്റേ വഞ്ചി കയറി ഇറങ്ങുന്ന പരിപാടിയല്ലേ ഇത്, വെള്ളം കിടക്കുന്നത്. ലണ്ടനായോണ്ട് ഇങ്ങനെ ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച കഴിഞ്ഞു. ഒരിച്ചിരിയും കൂടെ ഉള്ളത് കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങും. ഓ അവിടെ നിന്ന് എടി അവിടെ ഉണ്ടോ? നമുക്ക് റിട്ടേൺ ടിക്കറ്റ് എടുക്കാം. ഞാൻ 1 വേ എടുത്തോളൂ. ഓ ഓക്കെ. നമ്മളപ്പോ അവിടെ നിന്ന് ഇറങ്ങണോ? അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കുഴപ്പമില്ല. അവിടെ ഇവിടെ ഒന്നുമില്ല. അപ്പൊ കാറ്റടിക്കുമ്പോ ഇപ്പൊ ഒരു ചെറിയൊരു ആട്ടം ഉണ്ട് കേട്ടോ. നേരത്തെ കുഴപ്പമില്ല, ഇപ്പൊ ഒരു ചെറിയൊരു ആട്ടം ഉണ്ട്. മനസ്സിലായി എന്താ സ്പീഡിൽ പോകാത്ത. സ്പീഡിൽ പോയാൽ തീർന്ന. ഇത് നല്ല മഴയാണെങ്കിൽ ഇവരിത് ചെയ്യുവോ? ഇല്ല, കാറ്റാണെങ്കിൽ നിർത്തും. ഇന്ന് വലിയ കുഴപ്പമില്ല. മഴ ആവശ്യം എന്നാലും വലിയ കുഴപ്പമില്ല. അതുകൊണ്ടാന്ന് തോന്നുന്നു. ഇപ്പൊ ആട്ടം മാറി. പിന്നെ നമ്മളൊരു പീക്കിൽ വന്നിട്ടുണ്ട്. ഇനി അവിടുന്ന് നേരെ ഇറങ്ങി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. എല്ലാത്തിനകത്ത് 3 പേര് 2 പേരൊക്കെ ഉള്ളൂ കേട്ടോ. സമ്മർ ആയാലേ ആൾക്കാർ വരത്തുള്ളൂ ഇതൊക്കെ കാണാൻ. ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെ ശീലമായിരിക്കും. നമ്മൾ ആദ്യമായിട്ട് കാണുന്നുണ്ടല്ലേ. ഇത്ര അടുത്തായി അപമാനിക്കരുത്. അല്ല, ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്. കഴിഞ്ഞു. നമ്മളിനി ഇറങ്ങുക. എൻ്റെ പുറകിൽ അത് കാണാം നമുക്ക്. ഫോണിന്റെ ബാക്ക് സൈഡിൽ ചൂടെടുക്കുന്നുണ്ടല്ലോ.
ഫാനോടെ വെക്കായിരുന്നു. കഴിഞ്ഞു. നമുക്കിനി ഇതിനകത്തൊന്ന് ഇറങ്ങാം. കയറുന്നതിന് മുമ്പ് എനിക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല. സൗണ്ടും ഇല്ല, ഒന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. നമ്മളിത് ചാടി ഇറങ്ങണ്ടേ? നമുക്ക് ഇറങ്ങാം. ഇതിങ്ങനെ മെല്ലെ 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 പിക്കോണ്ടിരിക്കുക. നോക്കി ഇറങ്ങണേ. കിടന്നാല് ഇങ്ങനെയാണ് ഇതിന്റെ സംഭവം. ഇതിങ്ങനെ മെല്ലെ മെല്ലെ പിക്കോണ്ടിരിക്കും. അപ്പൊ നമ്മൾ ചാടി ഇറങ്ങണം. ഇതാണ് അത്. ഇനി നമുക്ക് സക്സസ്ഫുള്ളി നമ്മൾ ഇപ്പുറം കടന്നു. ഇനിയിപ്പം ഇവിടെ നിന്ന് എങ്ങോട്ടെന്നുള്ള ചോദ്യമാണ്. ഉള്ളോടെ തന്നെ ചോദിക്കാം. ഉള്ളോടെ മാപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. നോ എൻട്രി. എല്ലാം കിട്ടിയോ? കിട്ടിയെന്ന്. കാറ്റ് 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 കാറ്റ്. അമ്മ എന്ത് സഹിക്കാം. കാറ്റ് ഒഴിച്ച് മഴയും കുഴപ്പമില്ല, വെയിലും കുഴപ്പമില്ല, പക്ഷേ കാറ്റ് വന്നു കഴിഞ്ഞാൽ ചെവിയെല്ലാം പോകും. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ സൈഡ് ഇതുപോലാണ്, മൊത്തം വെള്ളമാണ്. എൻ്റെ പിന്നെ വിൻ്ററിലാണ്, ഡിസംബറിലൊക്കെ ക്ലാസ്സിന് പോകാൻ പറ്റത്തില്ല. നമ്മൾ തണുത്ത് ചാവും. ഇതുപോലെ അടി ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ്, പക്ഷെ നമ്മൾ തണുത്ത് ചാവും. ഞാൻ ഇടണോ എൻ്റെ ഫോണിൽ? നോക്കണോ? ഏത് ബസ് സ്റ്റോപ്പാ? നെക്സ്റ്റ് ടാർഗറ്റ് ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കണം. ഉണ്ടായിരുന്നോ? ഇതിപ്പോൾ കൊച്ചി വന്നൊരു ഫീൽഡ് ഫുള്ള് ഫ്ലാറ്റാണ്. ഇതേ പോകുന്നു കേബിൾ കാറുകൾ. നമ്മൾ അങ്ങ് തൊട്ട് ഇങ്ങ് വരെ വന്നു. കറക്റ്റ് മനുഷ്യരെ പോലെ ഉണ്ട്. പുള്ളി എന്താ ചെയ്യുന്നു? ഇവിടെ എന്തെല്ലാം എഴുതി വെച്ചിട്ട്, എടി ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, അതാ പുള്ളി വായിച്ചത്. ഇതാണ് സംഭവം. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ആക്ച്വലി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എലിസബത്ത് ലൈൻ തപ്പിയുള്ള നടപ്പാണ്. നമ്മൾ ബസ് എന്നുള്ള കൺസെപ്റ്റ് കിട്ടു. ബസ് ഭയങ്കര ദൂരം, അതുകൊണ്ട് നമ്മൾ ട്രെയിന് പോകാമെന്ന് വെച്ചു. പക്ഷെ ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങി. മഴ, കാറ്റ്, വിശപ്പ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ വൂൾവിച്ച് വന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു പുള്ളി എന്നെ കുടയെ കെട്ടിക്കൊണ്ട് പോയി. പിന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് എടുത്തിട്ട് വേണം നമ്മൾ പോകാൻ. നമ്മളൊരു മ്യൂസിയത്തിലോട്ടാണ് കേട്ടോ പോണേ. ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഈ ചെറിയൊരു സംഭവം കണ്ടു. അതപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വന്നതാണ്. കൊറിയൻ ഫുഡൊക്കെ ശരിക്കും എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് വീഡിയോസിനകത്തൊക്കെ. അപ്പോൾ ഇവിടെ ഏതാ പറഞ്ഞെന്ന് എനിക്കറിയാൻ പാടില്ല, നമുക്ക് നോക്കാം. നീ ഏതാ പറഞ്ഞിട്ട്? നീ ഏത് സാധനമായിട്ട് പറഞ്ഞു? ഫ്രഞ്ച് ഫ്രൈസ് മൊസറല്ലയാണ് ഇവള് പറഞ്ഞിരിക്കുന്നത്. ദാദാ ഇപ്പോൾ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം മഴ പെയ്യാൻ തുടങ്ങി. നമ്മൾ ആ ഫുഡ് പറഞ്ഞിട്ട് നമ്മൾ സൈഡിൽ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ മഴയത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. മറ്റേ ആ സിനിമയിലെ ഇൻകോസ്റ്റ് ഹൗസിൽ അച്ഛനെ പോലെ ഉണ്ട്, നിൻ്റെ കോട്ട് കണ്ടിട്ട്. എന്നിട്ട് മുടി വേണം വരില്ലേ, അങ്ങനെയുണ്ട്. ഇവിടെ മഴയാണ് ഗൈസ്. 2 പിള്ളേരുണ്ടല്ലേ? തണുത്തിരിക്കായിരിക്കും ഇടി പാവോ. നമ്മുടെ ഫുഡ് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മഴയായോണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മഴയായോണ്ട് ചെറിയൊരു തണുപ്പ്, ഈ ജാക്കറ്റ് ഇട്ടൊക്കെ നടക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാമായിരുന്നു. അങ്ങനെ ആറ്റുനോറ്റ് നിന്ന് നമ്മുടെ സാധനം കിട്ടി. അങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയും. ഒന്നും കൂടെ കഴിച്ചു നോക്കിയിട്ട് വരാം. ഇത് കഴിച്ചു നോക്കിക്കോളാം. എന്താ എൻ്റെ പേരെന്തായിരുന്നു? പറഞ്ഞോയി.
പേര് പറഞ്ഞേ, ഏതാണ് സംഭവം ഏതാണെന്ന് പറഞ്ഞേ. പക്ഷെ എനിക്കൊന്നാ ചീസ് പറഞ്ഞാൽ ശരി, കുഴപ്പമില്ല കുഴപ്പമില്ല കേട്ടോ. എനിക്കൊന്നാ മൊസറല്ല ചീസൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അല്ലേ. ഞാൻ കഴിച്ചോട്ടെ. കൂടിയില്ലടി. നമ്മളപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അത്യാവശ്യം മഴയുണ്ട്, അതുകൊണ്ട് തണുപ്പുമുണ്ട്. ഇവിടെയൊക്കെ ഈ ഏരിയ മൊത്തം എനിക്ക് തോന്നുന്നു ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ്സ് സംതിങ് ഒക്കെയാണെന്ന് തോന്നുന്നു. കാരണം അടുപ്പിച്ചടുപ്പിച്ച് കടയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ ഈ ചില സമയത്ത് ഈ കൊച്ചു പിള്ളേരൊക്കെ കിടന്ന് കളിക്കുന്നതാണ്. ഈ വെള്ളത്തിനകത്ത് ഇങ്ങനെ ഓരോ കളർ വീതം ഓരോ ഹോളിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് കളിക്കാം. പിള്ളേർ ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ പിള്ളേരൊക്കെ കളിക്കുന്നത്? നമുക്ക് കളിക്കാൻ തോന്നുന്നില്ല. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമുക്ക് തിരിച്ചു പോകണ്ടേ നമുക്ക്? നമ്മളങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരു മ്യൂസിയം എത്തി. അത്യാവശ്യം നല്ല മഴയുണ്ട്. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു ഇത്. പക്ഷേ മഴ കാരണം ഒരു രക്ഷയില്ല. നല്ല തണുപ്പുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കോളേജും അപ്പുറത്തുള്ളത് മ്യൂസിയം, പെയിൻറ്റഡ് ഹാള്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീൻവിച്ച് എന്ന് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ. നമ്മളപ്പോൾ ഇവിടെ എത്തി. ഇനി ഇതിനകത്ത് പോയി കണ്ടിട്ട് വരാം. ഇതാ ഈ കാണുന്നത് മ്യൂസിയം, ഇത് കോളേജും കാര്യങ്ങളൊക്കെ. മഴ നന്നായിട്ട് പെയ്തോണ്ടിരിക്കുന്നു. ഇവിടെ പറയുന്നു ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മ്യൂസിയം ഏതൊക്കെ ഇംഗ്ലീഷ് സിനിമകളുണ്ടെന്ന്. എനിക്കറിയാൻ പാടില്ല. കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലതായിരുന്നു. പക്ഷേ അമ്മേ മഴ കാരണം നേരെയാന്ന് തോന്നുന്നു. മഴ കാരണം നമുക്ക് ഈ ജാക്കറ്റ് പോലും ഊരാൻ പറ്റുന്നില്ല. നല്ല തണുക്കുന്നുണ്ട്. സംഭവം കൊള്ളാം. നേരിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. ഞങ്ങൾക്ക് കുടയും വടിയൊന്നുമില്ല. ഞങ്ങൾ ഉണ്ടായിരുന്ന കുടയൊക്കെ വീട്ടിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ തൊപ്പി ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ പനി പിടിക്കും. അയ്യോ അവളെ എണ്ണിട്ടിട്ട് വേറെ ഏതോ വഴിക്ക് പോയി. ഇനി വഴി തെറ്റി പോയിട്ട് ഇനി കണ്ടുപിടിക്കാൻ പാടാം. ഓൾറെഡി എൻ്റെ ഫോണിന് ചാർജും ഇല്ല. എവിടുന്നെങ്കിലും ചാർജ് ചെയ്യാമെന്ന് വെച്ചപ്പോഴത്തേക്കിനും അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. ഞാൻ ഇപ്പോൾ ബസ്സിൽ ചാർജ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ കയറിയ ബസ്സിലും ട്രെയിനിനകത്തും ഒന്നും പോയിൻ്റ് ഉണ്ടായിരുന്നില്ല. എപ്പോൾ ഫോൺ ഓഫാവുന്നോ അതുവരെ ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി പെയിൻറ്റിങ് ഹാളും പെയിൻറ്റഡ് ഹാളോ അവിടെ പോയി അവിടെ എന്നാ നോക്കിയിട്ട് വരാം കേട്ടോ.